എൻ്റെ ഭഗവാനെ, ഈ പെണ്ണ് എവിടുന്നാ വന്നത്? ഞാൻ മിണ്ടുന്നതിനൊക്കെ ഈ പെണ്ണ് മറുപടി പറയുന്നുണ്ട്. എടി ഗൂഗിൾ മോളെ, ഒന്ന് മിണ്ടാതിരിക്ക് നീ. എനിക്കൊന്ന് സമാധാനമായി ഇരിക്കണം. കാച്ചണ്ട, നീ ഒന്നും കാച്ചണ്ട. ചോദിച്ചതിനൊന്നും മറുപടിയില്ല. അല്ലാതെപ്പോൾ അവയ്ക്ക് വലിയ വാർത്തമാണ്. എടി ഗൂഗിൾ മോളെ, എൻ്റെ മുറുക്കാൻ പറ്റി എവിടെയാ വെച്ചതെന്ന് എനിക്ക് അറിയാമോ? അതൊന്ന് നീ പറയൂ. നീ വലിയ ബുദ്ധിമതിയല്ലേ നീ? അതാ പറഞ്ഞത്, എനിക്ക് അമേരിക്കയിലുള്ള കാര്യങ്ങളെ നിനക്ക് അറിയാൻ പറ്റൂ. ഈ കുറുപ്പിന്റെ മുറുക്കാൻ പറ്റി എവിടെയാ ഉള്ളതെന്ന് എനിക്ക് അറിയില്ല. ഇതിനെയാണോ പിള്ളേര് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? എടി, ഇന്ന് വീട്ടിലെന്താ കറി വെച്ചെന്ന് പറയാമോ? അതിന് എനിക്ക് പറയാൻ പറ്റില്ലല്ലേ. കാരണം നിനക്ക് മൂക്കില്ലല്ലോ മണത്തറിയാൻ വേണ്ടി. അല്ലടി ഗൂഗിൾ മോളെ. അല്ല മോളെ, ആരും കേൾക്കണ്ടെന്ന് കരുതിയിട്ടാണ് ചോദിക്കുന്നത്. ഞാനിട്ട് ഈ പഴയ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഞാനൊരു 100 രൂപ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെൻ്റെ കെട്ടിയോള് കണ്ടുപിടിക്കുമോ? നീ അവൾക്ക് ഒറ്റ കൊടുക്കുമോ അത്? അയ്യോ, പതുക്കെ പറ. അവൾ അടുക്കളയിലുണ്ട്. അവൾ കേൾക്കും. നീ ഇത്ര വലിയ വായാടിയാണെന്ന് ഞാൻ കരുതിയില്ല. നിർത്തിക്കോ, ചതിക്കരുത് കേട്ടാ. ഇതിപ്പം നമ്മളെ കീശയിലെ പൈസയുടെ കണക്ക് വരെ നാട്ടുകാർക്ക് ഗൂഗിൾ പേ പറഞ്ഞു കൊടുക്കും. അതാണ് കാലം. ഇതിലും ഭേദം ആകാശം നോക്കി മഴ വരുമോ എന്ന് ചോദിക്കുന്ന ആ പഴയ കാലമായിരുന്നു. ഹലോ ഗൂഗിൾ, ആ ലൈറ്റ് ഒന്ന് ഓഫാക്കാമോ? ഓ, അതൊന്നും എനിക്ക് പറ്റൂലല്ലേ.